ഹേ ഗൈസ്, അപ്പോൾ നാളെ എൻ്റെ പിറന്നാളാണ് സുഹൃത്തുക്കളെ. എൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ 12 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് നാളെ സ്കൂളുണ്ട്. അപ്പോൾ എന്തായാലും കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് വരാം. ഓക്കെ, ബൈ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ 12 മണിയൊക്കെയാണ്. ഞാൻ ആക്ച്വലി എണീക്കില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ എണീച്ചേട്ടോ 12:05 ആയിട്ടുണ്ട്. എനിക്ക് വയ്യ ഗൈസ്, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ പിറന്നാളിനൊന്നും രാത്രി എണീറ്റിരുന്നിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി. അമ്മയും ചേച്ചിയൊക്കെ വിഷ് ചെയ്തു. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, അച്ഛനെ ഉറങ്ങും കേട്ടോ. അച്ഛൻ എണീറ്റ് വന്നിട്ടില്ല വിഷ് ചെയ്യാനായിട്ട്. അപ്പം അച്ഛൻ രാവിലെ വിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ വിഷ് ചെയ്യാൻ തോന്നുന്നില്ല, എന്തായാലും വിഷ് ചെയ്യുമല്ലോ, എല്ലാവരും വിഷ് ചെയ്യും. അപ്പോൾ നാളെ രാവിലെ സ്കൂളിലോട്ടൊക്കെ പോകണം, കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. ഭയങ്കര ഹാപ്പി. അപ്പോൾ ഞാൻ വയസ്സ് വീഡിയോയിൽ പറയുന്നില്ല. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിറന്നാളിന് വയസ്സ് പറയാൻ പാടില്ല എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ വയസ്സ് പറയാത്തൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഇനി രാവിലെ ആയിട്ട് വരെ സുഹൃത്തുക്കൾ. ശരി, ഞാൻ എണീക്കുന്നു വിചാരിച്ചില്ല, പക്ഷെ നമ്മൾ എണീറ്റത് അച്ഛനും എണീറ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ ഗുഡ് മോർണിംഗ്. എൻ്റെ പുതിയ വയസ്സിലെ ഒരു പുതിയ വ്ളോഗാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ എണീറ്റ് കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ മുട്ടായൊക്കെ കൊടുത്തു. അതിനുശേഷം ദൈവത്തിനെയൊക്കെ തൊഴുതിട്ടിരിക്കുകയാണ്. കുറി ഇട്ടിട്ടില്ല, ദൈവത്തിനെ തൊഴുതിട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി. ഇന്നത്തെ ദിവസം നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാൻ ശ്രമിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളും വായോ, നമുക്ക് നമ്മുടെ പിറന്നാൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് നമുക്ക് സ്കൂളിലോട്ടൊക്കെ പോകണം കേട്ടോ. എൻ്റെ തല ഉണങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ഞാൻ തലയൊക്കെ ഉണക്കിയിട്ട് റെഡി ആയിട്ട് വരാം കേസ്. ഓക്കെ, ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു ചില ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത് അത് ക്രിസ്പിയാണ്, കരിഞ്ഞു. നമ്മള് ഒരു മസാല ഇട്ടില്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ ആവുന്നുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. കെച്ചപ്പ് എടുക്കാം. ഓക്കെ, കെച്ചപ്പ് ഇല്ലാതെ ഒരു കളിയില്ല. കെച്ചപ്പ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. കെച്ചപ്പാണ് മെയിൻ. ഓക്കെ, നമ്മുടെ കിസാന്റെ കെച്ചപ്പ് നമുക്കിങ്ങനെ നേരിങ്ങനെ വെക്കാം കേട്ടോ. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറ്. ഞാൻ ഉണ്ടാക്കിയൊന്നും പറയല്ല. കഴിക്കട്ടെ. കഴിച്ചു നോക്കിയായിരുന്നു. എവിടെയും കിട്ടത്തില്ല എന്ന് ഞാൻ പറയില്ല. ചിലപ്പോ സക്സസ് ആവും, ചിലപ്പോ ഫെയിലിയർ ആവും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ബർത്ത്ഡേ ദിവസം എന്താ പറയാ, ഒരു കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. ബർത്ത്ഡേ ദിവസം കുക്ക് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ ഫീലാട്ടോ. അടിപൊളി. കഴിച്ചിട്ട് വരാം ഗൈസ്. നോക്ക് എത്ര നായ്ക്കളാണെന്ന്. ലുക്ക് അറ്റ് ദാറ്റ്. 3 നായ്ക്കൾ കേട്ടോ. ഞാനിപ്പോൾ വന്നപ്പോൾ സൗണ്ട് കേട്ട് പോയതാണ്. ഗൈസ്, എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. നായ്ക്കളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഞാൻ ദേ കോഴൂട്ടീനെ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കോഴൂട്ടി, കോഴാ കിലൂട്ടി, കോഴൂട്ടി, ചാത്തുട്ട. ഗൈസ്, നമ്മൾ അതിനെ അഴിച്ചു വിടുന്നില്ല, കാരണം നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് പോവല്ലേ. അപ്പം ഇനി പിടിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ അഴിച്ചു വിടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ. രാവിലെ പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയപ്പോഴത്തേക്ക് ഒരുപാട് വൈകി. അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിലോട്ട് പോവാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി തലയൊക്കെ ഒന്ന് കെട്ടി, ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടു. മേക്കപ്പ് മുഖത്തൊന്നും ചെയ്തിട്ടില്ല.
കൺമഷി നമ്മൾ ജസ്റ്റ് തുടച്ച് കളഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ പ്രേതം പോലെ ഉണ്ടാവും അതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ഇപ്പം ഏകദേശം ഇരുട്ടി കേട്ടോ, അത്യാവശ്യം ഇരുട്ടി, ഏകദേശം 6:30-6:45 അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ടു അമ്പലം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചേച്ചി കേക്ക് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ പോകുന്നൊക്കെ കട്ടിയുണ്ടായി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണ സുഹൃത്തുക്കളെ. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അവസാന പതിപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും നേരെ പോകാം കേട്ടോ. ഓക്കെ, ഞാൻ സൈഡാണേ, ഇപ്പം തന്നെ പറയാം, സൈഡ് സീറ്റ് നിൽക്കാം. ഓക്കെ, നമുക്ക് വിൻഡോ ഒക്കെ തുറക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഫുഡ് കഴിച്ച് വന്നു. ദോശയും സാമ്പാർ വടയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയും എല്ലാം കൂട്ടി ഫുഡ് കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ശരിക്കും വയ്യ കഴിച്ച് എനിക്ക് നല്ല തലവേദന. കാരണം ഇന്നലെ കിടക്കുമ്പോൾ 12 മണി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നും നമുക്ക് 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം നാളെ ടീച്ചർ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പിച്ച് ഒരു 2-3 ദിവസം നല്ല തിരക്കാണ്. ഇനി ഫ്രൈഡേ ഫ്രീ ആയിട്ടുള്ള ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് നിങ്ങളെ ഗൈസ്. ബൈ.